ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഈ ഒരു സാധനത്തിന് ഏകദേശം 10 മണിക്കൂറടുത്ത് നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇത് ടാബാണെന്ന് വെച്ചാൽ ടാബും അല്ല, ലാപ്ടോപ്പാണെന്ന് വെച്ചാൽ ലാപ്ടോപ്പുമല്ല. പിന്നെ ഇതെന്താണിത്? ഇതാണ് ക്രോം ബുക്ക്. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധാരണ നമുക്ക് ലാപ്ടോപ്പൊക്കെ മേടിക്കുമ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി കിട്ടുന്നുണ്ടെങ്കിലും ഇത് ക്രോം ബുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടില്ല. നമ്മൾ തന്നെ പൊട്ടിക്കണം. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിങ്ങൾ മേടിക്കുമ്പോൾ പൊട്ടിക്കുമ്പോൾ അത് വീഡിയോ പിടിച്ചിട്ട് തന്നെ പൊട്ടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വരെ അവർ ബ്ലോക്ക് ചെയ്യും. എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം നിങ്ങൾ നിരന്തരമായിട്ട് ഫ്ലിപ്കാർട്ടിൽ വിളിച്ചാൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് അവർ ബ്ലോക്ക് ചെയ്യുന്നതാണ്. എന്തായാലും ഈ ഒരു ക്രോം ബുക്ക് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഒരു ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ അത് വിൻഡോസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇത് പ്ലേ സ്റ്റോർ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും ആൻഡ്രോയിഡ് അല്ല. ഇത് ക്രോം എന്ന് പറഞ്ഞ ഒരു OS-ലാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിലുള്ള ഒട്ടുമിക്ക ആപ്പ് നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോർ നമ്മൾ ഫോണിൽ എങ്ങനെ ഉപയോഗിക്കുന്നോ അങ്ങനെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ചില ആപ്പൊന്നും നമുക്ക് കിട്ടില്ല. എങ്കിലും നമുക്ക് വേണ്ട എല്ലാ ആപ്പും തന്നെ ഇവിടെ നമുക്ക് ലഭ്യമാണ്. നല്ല അടിപൊളി ഒരു പെട്ടിയിലാണ് ഈ ഒരു ക്രോം ബുക്ക് അസ്യൂസ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സാധനം പുറത്തിറക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനോടൊരു ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ചാർജർ C-ടൈപ്പ് ചാർജറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. തിരിച്ച് മറിച്ചും കുത്താം. ഇപ്പോൾ C-ടൈപ്പ് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു മെമ്മറി കാർഡ് ലഭിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ 4K വീഡിയോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡുള്ള ഒരു മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചെറിയ ലാഗൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ആണെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ലുക്ക് തന്നെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഈ സാധനത്തിനുണ്ട് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് നോക്കാം. ഒരു C-ടൈപ്പ് പോർട്ടുണ്ട്. പിന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു പോർട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ഫോൺ കുത്താനുള്ള ഒരു ജാക്ക് ഉണ്ട്. പിന്നെ നമുക്ക് USB കുത്താനുള്ള ഒരു പോർട്ടുമുണ്ട്. നമുക്കിത് വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് എന്ത് വേണമെങ്കിലും കാണിക്കാം. അതിന് പാകത്തിനാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റു സൈഡിൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഒരു ബട്ടനാണ് ഫസ്റ്റ് തന്നെ കാണുന്നത്. ഈ കാണുന്ന ബട്ടൺ. അതിനുശേഷം ഇത് പവർ ഓൺ ചെയ്യാനുള്ള ബട്ടൺ. പിന്നെ ചാർജിങ്ങിൻ്റെ പോയിൻ്റ് ഉണ്ട്. പിന്നെ പവർ ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ബട്ടണിൽ ഞെക്കേണ്ട ആവശ്യമില്ല. ഈ സാധനം തുറക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവം ഓണായി വരുന്നുണ്ട്. നമ്മൾ ബട്ടണിൽ ഞെക്കേണ്ട യാതൊരു ആവശ്യമില്ല. അസ്യൂസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്രോം എന്നും കൊടുത്തിട്ടുണ്ട്. ക്രോം OS ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി വരുന്നതാണ്. അതുമാത്രമല്ല 11.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 കിലോയ്ക്ക് മുകളിൽ ഇതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്. നമുക്ക് ഇത് ഇങ്ങനെ മടക്കി വെച്ച് ഒരു ടാബ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല അടിപൊളി ഒരു ടച്ച് സ്ക്രീൻ തന്നെ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വാങ്ങിയ ഈ മോഡലിന് 4GB റാമും 32GB മെമ്മറിയുമാണ് ഉള്ളത്. നമുക്ക് ഇതിനകത്ത് മെമ്മറി കാർഡ് ഇട്ടിട്ട് ഇതിന് മെമ്മറി കൂട്ടാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ കമ്പനി 64GB മെമ്മറി കാർഡ് തരുന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ചും കൂടെ സ്പീഡ് കൂടിയ മെമ്മറി കാർഡ് മേടിച്ചിടുക. ഞാൻ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡും ഈ ഒരു സാധനം മേടിച്ച ലിങ്ക് കമൻറ്റ് ബോക്സിൻ്റെ താഴെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ കയറി നോക്കാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പുറത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. എങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് പിക്ചറൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. യൂട്യൂബൊക്കെ 4K തന്നെ വർക്കാവുന്നുണ്ട്. നമുക്ക് ആമസോൺ പ്രൈം പോലത്തുള്ള വീഡിയോ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. വീഡിയോ കാണാൻ നല്ല അടിപൊളിയാണ്. സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാലും എവിടെ നോക്കിയാലും നല്ലൊരു പിക്ചർ ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫോണിൽ ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് ആപ്പൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന വലിയ വലിയ ആപ്പുകളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഫോണിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്കിത് മൗസ് കുത്തി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ കീബോർഡൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയുണ്ട്. പക്ഷേ കീബോർഡിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാത്രിയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. എന്തായാലും ഇതാണ് ഇതിൻ്റെ കീബോർഡ്. നല്ല അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. പക്ഷേ ലൈറ്റ് ഇല്ല. ഇനി നമുക്ക് അകത്ത് പോയിട്ട് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നോക്കാം. എന്തായാലും നല്ല രീതിയിൽ ഇതിൻ്റെ ടച്ചൊക്കെ നമുക്ക് വർക്കാവുന്നുണ്ട്. ഇത് ടാബ് ഉപയോഗിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് കീബോർഡൊക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നതിനാണ് എളുപ്പം. മൗസ് യൂസ് ചെയ്യാനും സാധിക്കും. നിങ്ങൾക്ക് ചെറിയ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇതിനകത്ത്. നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ പണിയാൻ പാടാണെങ്കിൽ തന്നെ ഈ ഒരു ക്രോം ബുക്ക് മേടിച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ആപ്പൊക്കെ
കുറച്ചും കൂടെ വലുപ്പത്തിലും കുറച്ചും കൂടെ എളുപ്പത്തിലും ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയാണ്. അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഫോണിൽ പരിചിതമായിട്ടുള്ള ആപ്പുകളൊക്കെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അത് നമുക്ക് ഫോണിൻ്റെ സൈസിലും ടാബിൻ്റെ സൈസിലും പിന്നെ ഇതിൻ്റെ ഫുൾ സൈസിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ കാണാനാണ് ഏറ്റവും സൂപ്പർ. ഞാൻ നോക്കിയിട്ട് അടിപൊളിയാണ്. ഈ ഒരു പ്രൈസിൽ ഇത്ര ലുക്കുള്ള ഒരു സാധനം എന്തായാലും അടിപൊളിയാണ്. 4K വീഡിയോ ഒക്കെ യൂട്യൂബിൽ പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഇൻ്റർനെറ്റിൽ സ്പീഡ് കുറവായതാണ് പ്ലേ ആവാൻ കുറച്ച് ടൈം എടുക്കുന്നത്. എന്തായാലും സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴും യാതൊരുവിധ ക്ലാരിറ്റി കുറവൊന്നുമില്ല. എവിടെ നോക്കിയാലും നല്ലൊരു ക്വാളിറ്റി പിക്ചർ തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് 2 ക്യാമറ ലഭിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്നല്ലാണ്ട് നല്ലൊരു പിക്ചർ ക്വാളിറ്റി ഈ ഒരു ക്യാമറയിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. പിന്നെ ഇതിൻ്റെ സൗണ്ട് ആണെങ്കിൽ ക്വാളിറ്റിയുള്ള സൗണ്ടാണ് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും സൗണ്ട് കുറവാണ്. സിനിമയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇത് നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുന്ന ഒരു 90% ആപ്പും ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കയറുന്നുണ്ട്. ഇഷ്ടം പോലെ ആപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. വളരെ ഈസിയായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം. നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഒരു വലിപ്പം കൂടിയ ഡിസ്പ്ലേ കൊടുത്തു, അത് നമ്മൾ ഒരു കീബോർഡ് സെറ്റ് ചെയ്തു. ആ ഒരു സംഭവമാണ് ഇത് ചുരുക്കം പറഞ്ഞത്. കുറച്ച് വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്കിത് കൊണ്ട് നടക്കാൻ വളരെ എളുപ്പമാണ്. ഈ കാണുന്ന ആപ്ലിക്കേഷനൊക്കെ നമുക്കിതിനകത്ത് വളരെ ഈസിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക ആപ്പും ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സാധനത്തിൽ 4GB റാമേ ഉള്ളെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് ലാഗാവുന്നൊന്നുമില്ല. ഇത് പിന്നെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹാങ് ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. ഈ ഒരു ക്രോം ബുക്ക് നമ്മൾ ഓഫാക്കിയിട്ട് ഓണാക്കുമ്പോൾ ഒരു മൊബൈൽ ഓണായി വരുന്നതിൻ്റെ പകുതി സമയം പോലും എടുക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഓണായി വരുന്നുണ്ട്. ഈ ഒരു സാധനത്തിന് ഇപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് ഓഫറിൻ്റെ സമയത്ത് നിങ്ങൾക്കൊരു 14 രൂപ താഴെ ലഭിക്കുന്നതാണ്. നിങ്ങൾ ആ ഒരു സമയത്ത് മേടിക്കുക. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം.